Hi friends, I am Jasmin. Welcome back to our channel. We are now in Ooty tea factory. We are tea factory, chocolate factory visit. This factory is Teafactoryinooty Piccolote Pogana Variana. Ooty is 3.5-4 kilometers. We have Cane Hill Forest. We have video uploaded. We have 3 ദിവസത്തെ യാത്രയുടെ അവസാനത്തെ ദിവസമാണിത്. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ പോയിട്ട് പിന്നെ ആ ദിവസം നമ്മൾ മൈസൂർ പോയി. ഇന്നലത്തെ മൈസൂർ കാഴ്ചകളുടെ വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഊട്ടിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ടീ ഫാക്ടറിയുടെ ചോക്ലേറ്റ് ഫാക്ടറിയുടെയും ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ടീ ഫാക്ടറിയുടെ അകത്താണ് കേട്ടോ നിൽക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനെ ഒരു ടീയുടെ ഹിസ്റ്ററിയെക്കുറിച്ചും ഒറിജിൻ ഓഫ് ടീയുടെ കുറിച്ചും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിച്ച് നോക്കിയാൽ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഒറിജിൻ ഓഫ് ഇന്ത്യ ടീ ബീങ് എക്സ്പോർട്ട് ടു ഇംഗ്ലണ്ട്, എങ്ങനെയാണ് ഇംഗ്ലണ്ടിലേക്ക് ടീ കയറ്റി വെച്ചത്, അതിൻ്റെ ഒരു ചായനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ മുകളിൽ ടീ ഫാക്ടറി അല്ലെങ്കിൽ ടീ പ്രോസസ്സിങ്ങിൻ്റെ ഒരു ചിത്രം കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് എങ്ങനെയാണ് ടീ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഈ ഫാക്ടറിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി ഫീസ് ഉണ്ട്. ഒരാൾക്ക് 10 രൂപയാണ് ഫീസായിട്ട് ഈടാക്കുന്നത്. നല്ല ക്യൂ ആണ്. ശരിക്കും നമ്മൾ ഈ ഊട്ടിയിലേക്ക് വന്നിട്ട് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം ഈ ഫാക്ടറി തന്നെയാണ്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിൽ തന്നെയും ഒരുപാട് സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ വന്നിട്ട് ചായ ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സും ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നേരത്തെ വരുമ്പോൾ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. പുള്ളി ഇതിൻ്റെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ കുട്ടികൾ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്ത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമായിരിക്കും. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സല്ലേ. പിന്നെ ഇതൊരു 2 നിലയായിട്ടുള്ളൊരു ഫാക്ടറിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ പ്രോസസ്സ് എല്ലാം കണ്ടിട്ട് നമ്മൾ 2ാമത്തെ നിലയിൽ പോയി അവിടുത്തെ പ്രോസസ്സും കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടുന്ന് ചായ കിട്ടും. ഇവിടെയുള്ള എല്ലാ തേയിലകളുടെയും ഓരോ ടൈപ്പ് തേയിലകളുടെയും സാമ്പിൾ വെച്ചിട്ടുള്ള ചായ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട. നമുക്ക് ജസ്റ്റ് വാങ്ങിച്ച് നമുക്ക് ടേസ്റ്റ് നോക്കാം. എന്നിട്ട് ഇഷ്ടപ്പെടുന്ന ചായ നമുക്ക് പുറത്ത് ഇവിടെ ഒരു സെയിൽസിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഏത് ചായയാണോ ഇഷ്ടപ്പെട്ടത് അവിടെ നിന്ന് നമുക്ക് തേയില പാക്കറ്റ് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഈ ഫാക്ടറിയിൽ ചോക്ലേറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റിൻ്റെ പ്രോസസ്സും നമുക്ക് കാണാൻ പറ്റും. വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ വേറെ വെറൈറ്റീസിലുള്ള ചോക്ലേറ്റിൻ്റെയൊക്കെ പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റും. അത് കാണുകയും ചെയ്യാം. നേരത്തെ നമ്മൾ തേയില വാങ്ങിച്ച പോലെ തന്നെ ഈ ചോക്ലേറ്റുകളെല്ലാം തന്നെ ഇവിടുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ ഫാക്ടറിയോട് ചേർന്ന് തന്നെ നമുക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഓരോ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഭയങ്കര വെയിലാണ്. നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് തണുപ്പുണ്ടായിരുന്നു. രാവിലെയും രാത്രിയൊക്കെ നല്ല തണുപ്പാണെങ്കിലും ഒരു 11 മണിക്ക് ശേഷമൊക്കെ നല്ല വെയിലാണ്. അപ്പോൾ രാവിലെയൊക്കെ വന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ വന്ന് ചെയ്യാവുന്നതാണ്.
ഊട്ടിയുടെയും ചോക്ലേറ്റ് ഫാക്ടറിയുടെയും കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.